ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമ്മൾ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1 and 2 കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർച്ച് 2013 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ദ ജനറേഷൻ ഓഫ് EMF വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു കോയിലിനകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് EMF ജനറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഈസ് എ മെൻഷൻ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഡിപ്പെൻഡ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് 50 മില്ലി ഹെൻറി വെൻ എ കറണ്ട് ഓഫ് 2 ആംപെയർ ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്. അതായത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അവിടെ തന്നിട്ടുള്ള ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 മില്ലി ഹെൻറിയാണ്. കറണ്ട് 2 ആംപെയർ ആണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറാണ്. ഇനി മൂന്നാമത്തെ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ഐഡൻറ്റിക്കൽ ലൂപ്സ്, വൺ ഓഫ് കോപ്പർ ആൻഡ് അതർ ഓഫ് അലുമിനിയം ആർ റൊട്ടേറ്റഡ് വിത്ത് സെയിം സ്പീഡ് ഇൻ ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് സെയിം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് 2 ഐഡൻറ്റിക്കൽ ലൂപ്സ് എന്തൊക്കെയാണ്? ഒന്ന് കോപ്പറാണ്, അതർ ഇസ് വിത്ത് അലുമിനിയം. ഇവ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ in which case the induced EMF and induced current will be more and why. അപ്പോൾ ഏത് കേസിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും കൂടുതൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് ഡിപ്പെൻഡ്സ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് കാണുന്നത്? L is equal to mu0 n square A by L ആണ്. ദാറ്റ് ഈസ് mu0 n square A by L ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഏതിനൊക്കെയാണ്? അതായത് L ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് A ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കോയിലാണ്. അടുത്തത് എന്താണ്? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിലാണ്. ദെൻ L ഈസ് ലെങ്ത് ഓഫ് ദ കോയിൽ ആൻഡ് mu0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ്. ഒന്ന് ഏരിയ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ലെങ്ത് ഓഫ് ദ കോയിൽ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അടുത്ത കേസിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. അതായത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L is equal to ½ into Li². അതായത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് ½ into Li² ആണ്. ഇവിടെ L എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50 മില്ലി ഹെൻറി ആണ്. ദെൻ കറണ്ട് 2 ആംപെയർ ആണ്. അപ്പോൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ½ into Li² ആണ്. സോ ½ into 50 into 10⁻³ into I² എന്ന് പറയുമ്പോൾ 2². ഓക്കെ, ദാറ്റ് ഈസ് 0.1 ജൂളാണ് നമുക്ക് കിട്ടുന്ന എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ. ഓക്കെ, അടുത്ത കേസിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 2 ഐഡൻറ്റിക്കൽ ലൂപ്സ് ഉണ്ട്. ഒന്ന് കോപ്പറാണ്, അടുത്തത് അലുമിനിയാണ്. അവ റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം സ്പീഡിലാണ്, സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് കേസിലാണ് ഇൻഡ്യൂസ്ഡ് EMF കൂടുതലാവുന്നത്, അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടുതലാവുന്നത് ഏത് കേസിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ഏതിലാണ് കൂടുതൽ വരുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF കാണാം? E is equal to d∅/dt ആണ് അല്ലേ. അതായത് E is equal to d∅/dt എന്നുള്ളതിൽ ഫൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? N into BA എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം ഇക്വേഷനെ? E is equal to N അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ N into d/dt ഓഫ് BA എന്ന് എഴുതാം. ഇനി ഈ കേസിൽ N BA ഈ 3 ടേംസും എങ്ങനെയാണ്? അവ 3ഉം ഐഡൻറ്റിക്കലാണ് 2 കേസിൽ. അതായത് കോപ്പറിൻ്റെ കേസാണെങ്കിലും അലുമിനിയത്തിൻ്റെ കേസിലാണെങ്കിലും NBA ഇവ 3ഉം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 ഐഡൻറ്റിക്കൽ ലൂപ്സാണ്. അവയുടെ ഏരിയ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ നമ്പർ ഓഫ് ടേൺസ് എല്ലാം സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFും സെയിം ആയിരിക്കും. അലുമിനിയത്തിൻ്റെ കേസിലും കോപ്പറിൻ്റെ കേസിലും ഇൻഡ്യൂസ്ഡ് EMF സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസിൽ എന്താ കാണേണ്ടത്? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏതിലായിരിക്കും കൂടുതൽ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കാണാം? I is equal to E/R അല്ലേ. ഈ കേസിൽ
റെസിസ്റ്റൻസ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്, കൂടുതലാണ് അല്ലേ. അതായത് കോപ്പറിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് അലുമിനിയത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഏതിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, മോർ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോപ്പർ അല്ലേ. ഓക്കെ, അതായത് കറണ്ട് കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് കോപ്പറിലായിരിക്കും, കുറവുള്ളത് അപ്പോൾ ഏതിലാണ്, അലുമിനിയത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഇ ഈസ് ഈക്വൽ ടു d∅dt ആണ്, ഓർ ഇ ഈസ് ഈക്വൽ ടു n ഇൻറ്റു d/dt ഓഫ് ബി എ എന്ന് എഴുതാം. അതായത് ഹിയർ എൻ, ബി ആൻഡ് എ ആർ സെയിം ഫോർ ബോത്ത് അലുമിനിയം ആൻഡ് കോപ്പർ. ഹെൻസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി സെയിം ഫോർ ബോത്ത് അലുമിനിയം ആൻഡ് കോപ്പർ എന്ന് എഴുതാം. അടുത്ത കേസിൽ എന്താണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്, ദറ്റ് ഈസ് I is equal to E/R ആണ്. സോ ഹിയർ റെസിസ്റ്റൻസ് ഓഫ് അലുമിനിയം ഈസ് ലാർജർ ദാൻ കോപ്പർ, ഹെൻസ് മോർ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോപ്പർ ദാൻ അലുമിനിയം. ഇത്രയാണ് എഴുതേണ്ടത്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2013 സേ എക്സാമിനാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. The question is, Michael Faraday observed that whenever magnetic flux linked with a coil changes, an EMF is induced in the coil. Suppose a coil of n turns and radius r is kept normal to a varying magnetic field, B is equal to B0 cos omega t. The question A, what is the flux linked with the coil at any instant t? Next question is, obtain the EMF induced in the coil. And third question, which law helps to detect the direction of induced current? State the law. സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, മൈക്കിൾ ഫാരഡേ ഒബ്സർവ് ദാറ്റ്, അതായത് വെനെവർ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ്, അവിടെ എന്തുണ്ടാവും, അതായത് ഒരു കോയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനുണ്ടാവുന്ന ചേഞ്ച് കാരണം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്, റേഡിയസ് ക്യാപിറ്റൽ R ആണ്, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് B0 കോസ് ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ കാണാം, ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് E ഈസ് ഈക്വൽ ടു -d∅dt വെച്ചുകൊണ്ട് നമുക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത കേസിൽ വിച്ച് ലോ ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇസ് ഫ്ലോയിങ്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാനുള്ള ലോ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണുന്നത് എപ്പോഴും എന്താണ്, ലെൻസസ് ലോ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാം. സോ ആൻസർ ചെയ്യാം. ഇവിടെ ആദ്യം കാണേണ്ടത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ φ ഈസ് ഈക്വൽ ടു BA എന്നുള്ളതാണ് ഇക്വേഷനിലെ, BA cos തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് B × A എന്ന് കിട്ടും. ഇനി n നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് അതിനെ ഒന്ന് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് BA n ആയി മാറിയത്. ഇനി ബിയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, B0 cos ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും φ വരുന്നത്, ബിക്ക് പകരം B0 cos ഒമേഗ ടി എന്ന് കൊടുക്കാം, ദെൻ ഇൻറ്റു AN. ഓക്കെ, അപ്പോൾ എന്ത് വരും, B0 AN cos ഒമേഗ ടി. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ, B0 AN cos ഒമേഗ ടി ആണ് ഈ കേസിൽ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒബ്റ്റെയിൻ ദി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിലാണ്. EMF എങ്ങനെയാണ്, ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, E ഈസ് ഈക്വൽ ടു -d∅dt ആണ്. അപ്പോൾ ഇവിടെ ഫൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, B0 AN cos ഒമേഗ ടി എന്ന് കൊടുക്കാം. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്, B0 AN, ഇവ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്, കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ എന്ത് വരും, കോസ് ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ പറഞ്ഞാൽ -sin ഒമേഗ ടി ആണ് ഇൻറ്റു ഒമേഗ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ, B0 AN ഒമേഗ sin ഒമേഗ ടി എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അടുത്ത കേസിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ലോ ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതായത് ഏത് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ലോ ആണ് യൂസ് ചെയ്യുന്നത്, ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ദ പൊളാരിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ടെൻസ് ടു പ്രൊഡ്യൂസ് എ കറണ്ട് വിച്ച് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അപ്പോൾ എന്താണ് ലെൻസസ് ലോ പറയുന്നത്, എന്താണ് ലെൻസസ് ലോയിൽ പറയുന്നത് എന്താണ്, പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, അത് എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടാവുന്നത് ആ കാരണത്തെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ചില സമയങ്ങളിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അതായത് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവിടെ EMF ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ്
ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യുന്ന, അതായത് പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇതിനെ ഡിക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അതായത് the polarity of the induced EMF is such that it tends to produce a current, അത് എന്ത് ചെയ്യും, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, which opposes the change in magnetic flux that produced it. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായത് എന്താണോ അപ്പോൾ അതിനെ എന്ത് ചെയ്യും, അത് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ലെൻസസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ദ ഇയർ 2015 മാർച്ച്. ഓക്കെ, മാർച്ച് 2015 ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. Question is, when the magnetic flux associated with a coil changes, an EMF is induced in the coil. A. State Faraday's law of electromagnetic induction. B. Mention the physical significance of Lenz's law with an example. And C. When an electrical appliance is switched off, sparking occurs. Why? അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് എന്താണ്, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസസ് ലോ, അതുപോലെ അതിനൊരു എക്സാമ്പിളും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ചില ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്പാർക്കിംഗ് കാണാറുണ്ട്, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സ്റ്റേറ്റ് ദ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഫാരഡേസ് ലോ എന്താ പറയുന്നത്, it states that the magnitude of the induced EMF in a circuit is equal to the time rate of change of magnetic flux ആണ്. അതായത് E is equal to d∅dt. അതായത് the magnitude of induced EMF in a circuit will be equal to the time rate of change of magnetic flux through the circuit ആയിരിക്കും. that is E is equal to d∅dt. ഇനി n number of turns ആണ് ഒരു കോയിലിനകത്തുള്ളതെങ്കിൽ the equation becomes E is equal to n into d∅dt. ഇനി അടുത്ത കേസ് എന്താണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസസ് ലോ ആണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ സ്പാർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ബാക്ക് EMF കാരണമാണ് അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വെൻ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈസ് സ്വിച്ച്ഡ് ഓഫ് ആൻഡ് a back EMF is produced. So due to the back EMF the spark is produced. So hope it is clear to you. നമുക്ക് ഇവിടെ വെച്ച് തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.